നിങ്ങളിപ്പോൾ വിചാരിക്കുമ്പോൾ വന്ന് വല്ലപ്പോഴും കുറ്റം പറയാൻ വേണ്ടി മാത്രം വാതിറക്കും എന്നിട്ട് എഴുന്നേറ്റ് പോകുന്നു. ഏറെക്കുറെ സത്യമാണ്. അവസ്ഥ അങ്ങനെ തന്നെയാണ്. കുറ്റം പറയാനല്ലാതെ വേറെ എന്താണ് ഈ മാനേജ്മെന്റിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്? നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇന്നലെ ഇറക്കിയ അല്ലെങ്കിൽ ആ വലിയ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടായിരിക്കും. 1000 പെണ്ണുങ്ങളുടെ റെക്കോർഡിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു സ്റ്റേഡിയത്തിന്റെ പിച്ചിന്റെ അവസ്ഥ ചവിട്ടി കുഴച്ച് ചക്ക കുഴകുഴ മാങ്ങ കുഴകുഴ ആയിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ കണ്ടത്തിലെ പിച്ചിന്റെ അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പിച്ചിനും. അവിടെയുള്ള പുല്ലും മറ്റു കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. റെന്റിനാണെങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ കയ്യിലിരിക്കുന്ന സ്റ്റേഡിയം മറ്റ് ഓഫറുകൾ പരിഗണിക്കുക എന്ന് പറഞ്ഞ ജസൽ കാർണേറോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യതയുടെ പ്രതിരൂപം തന്നെയാണ്. അതേസമയം മറ്റൊരു സംഗതി കൂടി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പം മറ്റ് ക്ലബ്ബുകളുടെ മോഹിപ്പിക്കുന്ന ഓഫറുകൾ ഉണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് തന്നെ വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരണം എന്ന് തുറന്നു പറഞ്ഞ ജസൽ കാർണേറോ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് വിട്ടു, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമില്ലാതെ വന്നപ്പോൾ മറ്റു വാതായനങ്ങൾ തേടിപ്പോയിരുന്നു. ഇപ്പോൾ വീണ്ടും അതേ ജസൽ കാർണേറോ കേരളത്തിലേക്ക് മടങ്ങി വരികയാണ്. കേരളത്തിലേക്കെന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കല്ല കാർണേറോ മടങ്ങി വരുന്നത്. കേരള സൂപ്പർ ലീഗിൽ കളിക്കുന്ന അല്ലെങ്കിൽ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കാൻ പോകുന്ന വയനാട് യുണൈറ്റഡ് എന്ന ക്ലബിന് വേണ്ടി കളിക്കാനായിരിക്കും ജസൽ കാർണേറോ വരുന്നതെന്ന് IFTWC പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.